സ്റ്റാർലൈനർ ഭൂമിയിലെത്തി. ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ രാവിലെ 9:37 പേടകം ഭൂമിയെ തൊട്ടത്. കുറെ നാളുകളായി ഉണ്ടായിരുന്ന അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഏറെ സന്തോഷകരമായ വിവരം ലോകമറിയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. സമീപകാല ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ദൗത്യമാണ് അവസാന നിമിഷം വിജയിച്ചത്. 2024 ജൂൺ 5 സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് എത്തിയതായിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം. ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ദൗത്യത്തിന്റെ പേര്. നാസയും സ്വകാര്യ കമ്പനിയായ ബോയിങ്ങും സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്രയായിരുന്നു. വിക്ഷേപണ ശേഷം പേടകത്തിന്റെ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിൽ ഉണ്ടായ ഹീലിയം ചോർച്ച ദൗത്യത്തെ അനിശ്ചിതത്തിലാക്കിയിരുന്നു. വളരെ സാഹസികമായാണ് ഇരുവരും ISS-ലെത്തിയത്. ബഹിരാകാശ യാത്രികരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലായതോടെയാണ് 8 ദിവസത്തെ ദൗത്യം മാസങ്ങൾ നീണ്ടുപോയത്. സുനിതയും ബുച്ചും ഇതേ പേടകത്തിൽ മടങ്ങിയാൽ ജീവൻ അപകടത്തിലായേക്കും എന്ന കനത്ത ആശങ്ക ഉയർന്നിരുന്നു. ത്രസ്റ്ററുകളിലെ പ്രശ്നം പരിഹരിക്കാൻ പഠിച്ച പണിയെല്ലാം നോക്കി അപകടം തിരിച്ചറിഞ്ഞ ശേഷമാണ് നാസ യാത്രികരില്ലാതെ പേടകം തിരിച്ചിറക്കാൻ തീരുമാനമെടുത്തത്.